എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. ജൂൺ മാസത്തിൽ ദൈവം തരുന്ന എല്ലാ നല്ല കാലാവസ്ഥയ്ക്കും എല്ലാ നല്ല സമയത്തിനും നന്ദി പറയണം. രാവിലെ എഴുന്നേറ്റ് കുറേ നന്ദി പറ. കർത്താവേ, നല്ല ഓക്സിജൻ ശ്വസിക്കാൻ കഴിയുന്നു, നല്ല വായു, വെളിച്ചം, നല്ല പ്രകൃതി. ഈ ദൈവം ഉണ്ടാക്കിയ കളറുകൾ കണ്ടാൽ നമുക്ക് ഭയങ്കര സമാധാനമായിരിക്കും, സ്വസ്ഥതയായിരിക്കും. പച്ച കളർ, ഇളം പച്ച, ദൈവം വെച്ചിരിക്കുന്ന പൂക്കൾ, പറന്നു പോകുന്ന പക്ഷികളുടെ നിറം, ആകാശത്തിൻ്റെ മനോഹരമായ ഡിസൈനുകൾ, വെള്ളത്തിൻ്റെ കളർ, കടലിനെ നോക്കുന്നത്, പ്രകൃതിയെ നോക്കുന്നത്, പച്ചപ്പ് നോക്കുന്നത്. ഈ സീസണിൽ ഒത്തിരി പുതിയ പുതിയ കളറുകൾ മനുഷ്യനുണ്ടാക്കിയിട്ടുണ്ട്, ഫ്ലൂറസെൻ്റ് കളറുകൾ. അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. ഈ ഫ്ലൂറസെൻ്റ് കളറുള്ള ഡ്രസ്സ് ഇട്ട് വരുന്നവരെ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു നെഗറ്റീവ് ഫീലിയാണ് ഉണ്ടാകുന്നത്. കഴിയുന്നത് നിങ്ങൾ നല്ല പ്രകൃതിയോട് ഇണങ്ങുന്ന കളറുകളായിരിക്കണം ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ വീടിനടിക്കുന്ന കളറ് പോലും പ്രകൃതിയോട് ഇണങ്ങുന്ന നല്ല കളറുകൾ നിങ്ങൾ കണ്ടുപിടിക്കണം. ആ കളറുകൾ നമുക്ക് ഭയങ്കര സമാധാനം തരും. വീട്ടിലൊരു ടൈലിടുമ്പോൾ പുതിയതായിട്ട് ഇറങ്ങിയ പുതിയ മോഡലല്ല ഇടേണ്ടത്, പ്രകൃതിയോട് ഇണങ്ങിയ. ചില വലിയ റിസോർട്ടുകളിലൊക്കെ ചെല്ലുമ്പോൾ ആ സ്റ്റോണുകൾ ഇട്ടിട്ടുണ്ടാവും. ഇത് മനോഹരമാണെന്നറിയാമോ? പഴയ കല്ലുകൾ. അത് കാണുമ്പോൾ തന്നെ, കാരണം ഈ പ്രകൃതിയിൽ ദൈവത്തിൻ്റെ സൃഷ്ടിയായ സാധനം അതേ രൂപത്തിലിടുമ്പോൾ എനിക്ക് ഈ വുഡൻ ഡിസൈനുകൾ ഇഷ്ടമാണ്. മരത്തിൻ്റെ അതേപോലെയുള്ള ടൈലുകൾ, അങ്ങനെയുള്ളതൊക്കെ നമുക്ക് നല്ല ഫീല് തരും. നമ്മുടെ വീട്ടിനകത്ത് ഇൻഡോർ പ്ലാന്റുകൾ വെക്കുമ്പോൾ അതൊക്കെ നോക്കിയിരിക്കുന്നത്, അക്വേറിയത്തിൽ മീനെ നോക്കുന്നത്, ഇതൊക്കെ നമുക്ക് ഭയങ്കര ഒരു രസമാണ്. അത് കണ്ടിരിക്കുമ്പോൾ നമുക്ക് വലിയ സ്വസ്ഥതയുണ്ടാകും. ഈ മൊബൈൽ നോക്കിയിരിക്കുമ്പോഴാണ് നമ്മുടെ മൈൻഡ് വേറെ ലോകത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ട് നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ കാണുക. മാത്രമല്ല, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് പഠിക്കാനിരിക്കുമ്പോൾ തന്നെ ഒന്ന് പ്രാർത്ഥിക്കുക. അതുകൂടാതെ ശ്വാസം എടുത്തു വിടുന്ന ഒരു രീതിയുണ്ട്. അതായത് ഒരു ഡോക്ടറാണ് എന്നെ അത് പഠിപ്പിച്ചു തന്നത്. ചില കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടി ശ്വാസം എടുക്കുമ്പോൾ 4 സെക്കൻഡ് കൊണ്ട് അകത്തേക്ക് എടുക്കുക, എന്നിട്ട് 7 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുക, ശ്വാസം വിടാതെ നിൽക്കുക, എന്നിട്ട് 8 സെക്കൻഡ് കൊണ്ട് പതുക്കെ വിടുക. 8 സെക്കൻഡ് കൊണ്ടേ വിട്ട് തീർക്കാവൂ. ശ്വാസം 4 സെക്കൻഡ് കൊണ്ട് എടുക്കുന്നു, 7 സെക്കൻഡ് കൊണ്ട് ഹോൾഡ് ചെയ്യുന്നു, 8 സെക്കൻഡ് കൊണ്ട് പതുക്കെ വിടുന്നു. അങ്ങനെ ഒരു 3 പ്രാവശ്യം ഒന്ന് ചെയ്തിട്ട് നിങ്ങൾ ഒരു കാര്യം വായിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഒരു വലിയ ഡോക്ടർ എന്നോട് പറഞ്ഞു തന്ന കാര്യമാണ്. അത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ വലിയ ഗുണമാണ്. ഞാൻ ഈ ജീസസ് എവരിഡേക്ക് എടുക്കുമ്പോൾ റെക്കോർഡിങ്ങിന് മുമ്പ് ഞങ്ങളുടെ ചെറുപ്പക്കാരെ റെഡിയാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ 1 പ്രാവശ്യം അത് ചെയ്യും. 1 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ ഫ്രീ ആയി. പിന്നെ മനസ്സ് ഭയങ്കരമായിട്ട് ഏകാഗ്രമാകും. ഞാൻ നല്ല പ്രാക്ടിക്കൽ കാര്യങ്ങൾ നിങ്ങൾക്ക് തരുന്നുണ്ട്, നിങ്ങളത് ചെയ്തു നോക്ക്. മനസ്സിങ്ങനെ പതറി നിൽക്കുമ്പോൾ, ഏകാഗ്രതയില്ലാതെ ഇങ്ങനെ താടിക്കൈ എടുത്തൊക്കെ ഇരിക്കുമ്പോൾ അതൊന്ന് ചെയ്തു നോക്ക്. ചെയ്തു കഴിയുമ്പോൾ തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ പിന്നീട് ചെയ്യാൻ കഴിയും. കർത്താവ് അതിനുള്ള കൃപ തരട്ടെ. നമുക്കിന്ന് റോമാലേഖനം 8-ാം അധ്യായത്തിലേക്ക് വരാം. നമ്മൾ 9-ാമത്തെ വാക്യമാണ് വായിച്ചത്. നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. അപ്പോൾ ആത്മാവാണ് ഒരാളെ മാറ്റുന്നത്. അതിൻ്റെ അർത്ഥം ചർച്ചിൽ ഒരാൾ വന്നിട്ട് ആരാധിക്കുന്നില്ലെങ്കിൽ അവൻ ശരിക്ക് വീണ്ടും ജനിച്ചവനല്ല. വീണ്ടും ജനിച്ചവൻ പുതിയ സൃഷ്ടിയാണ്. വീണ്ടും ജനിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. കർത്താവ് ലുദിയായുടെ ഹൃദയം തുറന്നു എന്ന് കർത്താവിൻ്റെ വചനം ശ്രദ്ധിക്കേണ്ടതിന് ലുദിയായുടെ ഹൃദയം തുറന്നു. അവൾ കുടുംബമായിട്ട് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. അവൾ പിന്നീട് പൗലൂസിനോടൊക്കെ പറഞ്ഞു, നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്ത എന്ന് എണ്ണിയിരിക്കുന്നെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് പാർക്കണം. നോക്കണേ, ഒരു വീട് തുറന്നു.
അവൾ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി ആ കുടുംബം മാറുകയാണ്. ശരിക്കും വീണ്ടും ജനിച്ച വ്യക്തിയുടെ ഒരു ചിത്രമാണ് അപ്പോസ്തലപ്രവൃത്തി 16 കാണുന്നത്. ഫിലിപ്പിയയിലെ വലിയ സഭയുണ്ടായത്, 10-20,000 പേര് കൂടുന്ന അന്നത്തെ ഏറ്റവും വലിയ സഭയുണ്ടായത് ഒരു സ്ത്രീയുടെ ഹൃദയം പരിശുദ്ധാത്മാവ് തുറന്നതുകൊണ്ടാണ്. അല്ലാതെ യേശുവിനെ കർത്താവ് രക്ഷകനായിട്ട് സ്വീകരിക്കുന്നുവോ, ഉവ് എന്ന് പറഞ്ഞിട്ട് അലസമായി നിന്നിട്ട് യേശുവിനെ ഏറ്റുപറഞ്ഞ് പിന്നെ എല്ലാ ഞായറാഴ്ചയും വന്ന് കർത്തൃമേശ എടുക്കുന്നവർ വീണ്ടും ജനിച്ചവരായിരിക്കണമെന്നില്ല. വീണ്ടും ജനനം പരിശുദ്ധാത്മാവ് ചെയ്യുന്നതാണ്. ഏറ്റുപറച്ചിൽ മാത്രമല്ല, അത് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാ കൊണ്ട് പറയുന്നതാണ്. ഹൃദയം കൊണ്ട് വിശ്വസിക്കാതെയും മാതാപിതാക്കളുടെ ഫോഴ്സ് കൊണ്ടും കുഞ്ഞുങ്ങൾ ഏറ്റുപറയും. അല്ലെങ്കിൽ മറ്റുള്ളവർ, അവളേതായാലും ആ ചർച്ചിലാണ് പോകുന്നത്, പിള്ളേരും അവിടെയാണ് പോകുന്നത്, അവരെ കൊണ്ടുവന്ന് വിട്ടേച്ച് ഞാൻ മറ്റേ പള്ളിയിൽ പോകുന്നതിനേക്കാൾ ഈ പള്ളിയിൽ തന്നെ വരുന്നത് നല്ലത്. ഞാൻ പോകുന്ന പള്ളിയിൽ പാർക്കിംഗ് ഇല്ല, അവൾ പോകുന്ന പിള്ളേർ പോകുന്ന പള്ളിയിൽ പാർക്കിംഗ് ഉണ്ട്, ഞാൻ പാർക്കിംഗ് ഇല്ലാതെ എൻ്റെ പുതിയ വണ്ടി എന്തിനാണ് എൻ്റെ പഴയ പള്ളിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് റോഡ് സൈഡിലിടണം? ഇവരുടെ പള്ളിക്ക് എന്തുണ്ട്? പാർക്കിംഗ് ഉണ്ട്. എന്നാൽ പിന്നെ അങ്ങോട്ട് പോയേക്കാം. അവിടെ ചെന്നാൽ അവളും പിള്ളേരും കർത്തൃമേശ എടുക്കുന്നു, ചർച്ചിൻ്റെ മെമ്പേഴ്സാണ്. ഞാൻ അവിടെ വെറും വായി നോക്കി, അത് വേണ്ട, ഞാനും സ്നാനപ്പെട്ടേക്ക്. എന്തൊക്കെ ചെയ്യണം? യേശുവിനെ സ്വീകരിക്കണം. അതിനെന്താണ്? സ്നാനപ്പെട്ടേക്കണം. മുങ്ങുന്ന കാര്യമല്ലേ, എത്ര വേണമെങ്കിലും മുങ്ങാം. ആ വ്യക്തി ആത്മികനല്ല, ആ വ്യക്തി ജഡീകനാണ്. ആ വ്യക്തി ആ ചർച്ചിൻ്റെ രജിസ്റ്ററിൽ പേര് വരും. ആ വ്യക്തി മരിച്ചാൽ ആ ചർച്ചിലെ സെമിത്തേരിയിലെ അടക്കൂ. ആ വ്യക്തിക്ക് കർത്തൃമേശ എടുക്കാം. ആ വ്യക്തിക്ക് ചർച്ചിലെ എല്ലാവിധ അംഗീകാരങ്ങളുമുണ്ട് എന്ന് കരുതി ആ വ്യക്തി ആത്മീകനാകണമെന്നില്ല. ആത്മീകനാകുക എന്നുള്ളത് ദൈവവുമായിട്ടുള്ള ബന്ധമാണ് ഒരു വ്യക്തി ആത്മീകനാക്കുന്നത്. ആ വ്യക്തി സഭയുടെ എല്ലാ നിയമങ്ങൾക്കും വിധേയപ്പെടും, കർത്താവിനെ ആരാധിക്കും, കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടി നിൽക്കും. അതിലൊരു എരിവുണ്ടാകും, തീഷ്ണതയുണ്ടാകും, തീവ്രതയുണ്ടാകും. ദൈവത്തിൻ്റെ എരിവോടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എരിയുന്നു, ഇങ്ങനൊരു എരിവുണ്ടാകും. അത് പൗലോസിന് മാത്രമല്ല, ആത്മാവുള്ളവൻ്റെ അവകാശമാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. ചർച്ചിൻ്റെ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തുന്ന ചിലർ ഞങ്ങളുടെ കൂട്ടായ്മയിലുണ്ട്, പ്രായമുള്ള ചിലരുണ്ട്. ഓരോ കാര്യങ്ങൾ എന്നെ വിളിച്ചു പറയും, പാസ്റ്റേ ആ കുടുംബത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം, പാസ്റ്റേ ഇന്ന കാര്യം ഓർത്തേക്കണേ. ചർച്ചിനെ കുറിച്ചുള്ള ചിന്ത ചിലരെ ചർച്ചിലോട്ട് കൊണ്ടുവരും, ചർച്ചിൽ നിന്ന് കൊണ്ടുപോകും, അവരെ ബസ് സ്റ്റാൻഡിലാക്കി കൊടുക്കും. ചർച്ച് 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 എന്താണ്? ചർച്ച് എന്ന് പറയുന്നത് അടിമത്തമാണോ? അല്ല. ചർച്ച് എന്ന് പറയുന്നത് ദൈവരാജ്യമാണ്. ദൈവത്തിന് വേണ്ടിയാണ് ആ ചെയ്യുന്നത്. ആ വ്യക്തിക്ക് ലേറ്റായിട്ട് വന്നിട്ട് നേരത്തെ പൊയ്ക്കൂടെ? ആരെയും തൻ്റെ കാറിൽ കയറ്റി, കാറിൻ്റെ ഡോറൊക്കെ, ചിലപ്പോൾ വണ്ടി ഇല്ലാത്തവർക്ക് കാറിൻ്റെ ഡോറൊക്കെ അടക്കാൻ പോലും അറിയില്ല, ഒരു ഒലിച്ചടക്കും, ഷാർന്നടക്കും. കാറിനെ ദൈവമായിട്ട് കാണുന്നവർക്കൊക്കെ അത് കാണുമ്പോൾ വിഷമം. ഞാൻ ചർച്ച പണിത സമയത്ത് എൻ്റെ പുതിയ വണ്ടിക്കകത്തായിരുന്നു സിമന്റ് എന്ന് വേണ്ട എല്ലാ സാധനവും. അവിഞ്ഞുപോയി വണ്ടി, സങ്കടം വരും. വേറെ വണ്ടികളാരും നമുക്ക് തരില്ല. അവരൊരു ചാക്ക് സിമന്റ് ഒന്ന് കൊണ്ടുവരുമെന്ന് ചോദിച്ചാൽ അവർക്ക് കൊണ്ടുവന്ന് തരും, പക്ഷേ നല്ല മുഖമല്ല, സ്വന്തം വണ്ടി. അതുകൊണ്ട് കർത്താവ് കുറച്ചില്ല, അപ്പം അതിനേക്കാൾ നല്ല വണ്ടി തന്നു. കർത്താവ് ആർക്കും കടക്കാരനല്ല, കാരണം ഇത് കർത്താവിൻ്റെ സഭയാണ്. എൻ്റെ ഔദാര്യമൊന്നും കർത്താവിന് വേണ്ട. നിന്റെ വണ്ടിക്കകത്ത് സിമന്റ് ചാക്ക് ഇഷ്ടികയും കയറ്റിയെങ്കിൽ, നിന്റെ വണ്ടി എൻ്റെ വേലയ്ക്ക് വേണ്ടി അവിഞ്ഞെങ്കിൽ ഞാൻ നിനക്ക് ഏറ്റവും ബെസ്റ്റ് തരും. കാരണം ഞാൻ എൻ്റെ മോൻ്റെ ജീവൻ കൊടുത്ത് സമ്പാദിച്ച സഭയാണ്. നിന്റെ ഔദാര്യത്തിലൊന്നും വേണ്ടടാ, ഞാൻ ആർക്കും കടക്കാരനല്ല. ഇതാണ് കർത്താവിന് ജോഷി ജോസഫിനോട് പറയാനുള്ളത്. അല്ലാതെ
എൻ്റെ ഔദാര്യത്തിലൊന്നും ദൈവത്തിന് ജീവിക്കേണ്ട ആവശ്യമില്ല. നാം കർത്താവിന് വേണ്ടി ചെയ്യുമ്പോൾ അമർത്തി കുലുക്കി കവിയുന്നൊരളവ് തരും. ഇതറിയാൻ പാടില്ലാത്തവരെ എന്നെ മണ്ടത്തരമാണ്. നിങ്ങൾ കർത്താവിൻ്റെ വേല ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് അഭിവൃദ്ധി ഉണ്ടാകുന്നത്? എല്ലാവരും നിങ്ങൾ കർത്താവിൻ്റെ വേലക്ക് കൊടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഉയർച്ചയുണ്ടാകും? ധനവാനാകാൻ ആർക്കൊന്നും കൊടുക്കണ്ട. ആർക്കും കൊടുക്കാതെ വെച്ചാണ് ധനവാനാകുന്നത്. സമ്പന്നനാകുന്നത് അത് സകലത്തിൽ സുഖവും ശുഭവുമായിരിക്കുന്ന അവസ്ഥയാണ്. അത് കിട്ടുന്നത് പോലെ തന്നെ മറ്റുള്ളവർക്ക് കൊടുക്കും. സേവിങ്സ് ഉണ്ട്, സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ നടത്തും, ബാലൻസ് ചെയ്യാൻ അറിയാം. ദൈവത്തിനുള്ളത് ദൈവത്തിനും കൈസർക്കുള്ളത് കൈസർക്കും കൊടുക്കുവാൻ അങ്ങനെയുള്ളവർക്ക് വിശേഷമായ വിവേകമുണ്ട്. ഇത്രയും വർഷത്തെ കർത്താവിൻ്റെ വേല ശുശ്രൂഷ പരിചയത്തിൽ സഭയിലുള്ള വിശ്വാസികളെയും മറ്റുള്ള സഭകളെയും ഒക്കെയും പരിചയപ്പെട്ടതിൽ നിന്ന് മനസ്സിലാക്കിയ സത്യങ്ങളാണിത്. നിങ്ങൾക്ക് ഇതിനകത്ത് എന്ത് വേണം എന്നുള്ളത് നിങ്ങൾ തിരഞ്ഞെടുക്കണം. നിങ്ങൾക്ക് പണക്കാരാകണമോ, നിങ്ങൾക്ക് സമ്പന്നരാകണം? ദൈവ വിഷയം സംബന്ധമായി നിങ്ങൾ സമ്പന്നരാകണം. ദൈവസഭയ്ക്ക് വേണ്ടി നിങ്ങൾ നിൽക്കണം. ഞാൻ പ്രൈസ് ജനറേഷന് വേണ്ടി സംസാരിക്കുന്നുവോ? ഒരു നാളുമല്ല. ഇതിനകത്ത് നല്ല പങ്കാൾക്കാരും പ്രൈസ് ജനറേഷനിലുള്ളവരുമല്ല. നിങ്ങളുടെ സഭയിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും? നിങ്ങളുടെ പാസ്റ്ററോട് നിങ്ങൾ എങ്ങനെയായിരിക്കും? നിങ്ങൾക്ക് എങ്ങനെ അനുഗ്രഹിക്കപ്പെടാം? അപ്പം ചിലർ പറയും, ഒരു നല്ല ദൈവദാസനാണെങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യും, ഒരു നല്ല ചർച്ച ആണെങ്കിൽ അങ്ങനെ ചെയ്യും. ഇല്ല, നിങ്ങൾ ആ ചർച്ചിനെ നല്ല ചർച്ചാക്കി മാറ്റണം. ആർക്ക് എതിര് പറയാൻ കഴിയാത്ത ജ്ഞാനവും വിവേകവും ഉപയോഗിച്ച് നിങ്ങൾ നിങ്ങളുടെ ചർച്ചിനെ, ദൈവസഭയെ മാറ്റിയെടുക്കണം. കർത്താവിന് വേണ്ടി അങ്ങനെ നിൽക്കുന്നവർ ഒരു വാക്ക് പറഞ്ഞാൽ ചർച്ച അതുപോലെ നിൽക്കും. ആത്മിക മൂല്യമുള്ളവരുടെ കൂടെ കർത്താവ് നിൽക്കും. എന്താണ് നമ്മൾ വായിച്ചത്? നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരാണ്. 10-ാം വാക്യം, ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. ക്രിസ്തുവിൻ്റെ ആത്മാവെന്നല്ല അവിടെ പറയുന്നത്, ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ. ക്രിസ്തു എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം? യേശു നിങ്ങളിൽ ഉണ്ടെങ്കിലോ എന്നല്ല, ക്രിസ്തു, അഭിഷിക്തൻ, നിയോഗമുള്ളവൻ നിങ്ങളിൽ ഉണ്ടെങ്കിലോ. യേശു അഭിഷേകം പ്രാപിച്ചു. ക്രിസ്തുവിൻ്റെ മൂല്യത്തോടെ ആത്മശക്തിയോടെ ഗലീലയിലേക്ക് വന്നു. ദേവാലയത്തിൽ വന്നിട്ട് പുസ്തകം അവൻ്റെ കയ്യിൽ വായിക്കാൻ കൊടുത്തപ്പോൾ യെശയ്യാവിൻ്റെ പുസ്തകം നിവർത്തി അതിലെ ഭാഗങ്ങൾ വായിച്ചു. എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, എന്നെ അയച്ചിരിക്കുന്നു, ഈ ആത്മാവ് എൻ്റെ മേലുണ്ട്. ഈ ഭാഗം ബദ്ധന്മാരെ വിടുവിക്കുവാൻ, കുരുട്ടുകണ്ണിനെ തുറക്കുവാൻ, കാരാഗ്രഹത്തിലുള്ളവരെ സ്വതന്ത്രമാക്കുവാൻ എന്നെ അയച്ചിരിക്കുന്നു. അപ്പൊ ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് വിടുതലുണ്ടാകും. ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിൽ മറ്റുള്ളവർ സ്വതന്ത്രരാകും നിങ്ങൾ നിമിത്തം. ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിൽ മറ്റുള്ളവർ പിന്നീട് ബന്ധിക്കപ്പെട്ട് കിടക്കില്ല. ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾ കൈവച്ചാൽ അവരും അഭിഷേകത്തിലേക്ക് വരും. ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിൽ മാറ്റങ്ങൾ സംഭവിക്കും, വിജയങ്ങൾ ഉണ്ടാകും. അതാണ് ക്രിസ്തു ഉള്ള വ്യക്തിയുടെ ഏറ്റവും വലിയ മൂല്യം. ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിലോ ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. ശരീരം മരിക്കും, ആ ഒരു ലൈനിൽ ക്രിസ്തു ഉള്ളവർ പോകില്ല. ശരീരത്തിന് കുറേ പരിപാടിയുണ്ട്, ഏറ്റവും ഒടുവിൽ മരിക്കും. എങ്കിലും ആത്മാവ് ജീവിക്കുന്നു. മരണം കൊണ്ട് തീരില്ല. മാത്രമല്ല, ജീവനുള്ള പ്രവൃത്തിയാണ് ക്രിസ്തു ഉള്ളവരിൽ നിന്ന് വെളിപ്പെടുന്നത്. മനുഷ്യർക്ക് നന്മ ചെയ്യും, മനുഷ്യർക്ക് വേണ്ടി കഷ്ടപ്പെടും, മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി. പത്രോസ് ഒരു സ്ത്രീയെ ഉയർപ്പിച്ചു. ആ സ്ത്രീ മരിച്ചിട്ടും അടക്കാനായിട്ട് സഭക്കാർക്കും വീട്ടുകാർക്കും മനസ്സില്ല.
അവൾ ചെയ്ത നന്മകളെക്കുറിച്ച് അവർ വർണ്ണിക്കുക. അവളെ കുളിപ്പിച്ച് മാളിക മുറിയിൽ കിടത്തിയിരുന്നു. പത്രോസ് വന്ന് അവളെ എഴുന്നേൽപ്പിച്ച് ആ സഭയ്ക്കും വീട്ടുകാർക്കും മടക്കി കൊടുത്തത് നമുക്കറിയാം. മൂല്യമുള്ളവർ. അവർ മരിച്ചാലും അവരെ എഴുന്നേൽപ്പിക്കാൻ ആരെങ്കിലും വരും. എന്തുകൊണ്ടാണ് നമ്മുടെ കാലത്ത് പലരും എഴുന്നേക്കാത്തത്? അവരെഴുന്നേക്കാതിരിക്കുന്നതാണ് ഒത്തിരി നല്ലതെന്നാണ് എല്ലാവരും പറയുന്നത്. എന്നാൽ ചിലർ എഴുന്നേൽക്കാനാണെങ്കിൽ, അത് വെന്റിലേറ്ററിലാണെങ്കിൽ എഴുന്നേക്കും. മൂല്യമുള്ളവർ എഴുന്നേറ്റ് വരും. യെഹെസ്കേയാവ് മരിക്കാൻ പോയപ്പോൾ യെഹെസ്കേയാവ് കരഞ്ഞു. ദൈവം പറഞ്ഞു, നിന്റെ ആയുസ് തീർന്നു. യെശയ്യാവിനെ വിട്ടിട്ട് പറയിപ്പിച്ചു. യെഹെസ്കേയാവ് ചുവരിന് നേരെ തിരിഞ്ഞിട്ട്, കർത്താവേ, യെശയ്യാവ് 38 കാണാം, ഞാൻ എന്തെല്ലാം നന്നായിട്ട് ജീവിച്ചതാണ്, നിനക്ക് വേണ്ടി നിന്നില്ലേ കർത്താവ്? കർത്താവ് 10-15 വർഷം നീട്ടിക്കൊടുത്തു. അതെ, തീർന്നു എന്ന് പറയുന്നവനെ, മൂല്യമുള്ളവനെ, അവൻ തീർന്നാലും ദൈവം ആയുസ്സിനെ നീട്ടിക്കൊടുക്കും. നിങ്ങളുടെ ആയുസ് മൂല്യമുള്ളതാണെങ്കിൽ, അതിനിയും അനേകർക്ക് വിടുതലിന് കാരണമാകാനുള്ളതാണെങ്കിൽ, നീട്ടിക്കിട്ടുന്നത് മറ്റുള്ളവർക്ക് ആവശ്യമാണ്. അതുകൊണ്ട് അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളുടെ ആയുസ് കൂടും. മൂല്യമുള്ളവർ, ക്രിസ്തു ഉള്ളവർ. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ആത്മാവിലായിരിക്കും. പ്രാർത്ഥിക്കാം. കർത്താവേ, യേശു ഭൂമിയിലായിരുന്നപ്പോൾ എങ്ങനെയായിരുന്നുവോ അതുപോലെ ജനങ്ങൾക്ക് വിടുതൽ ചെയ്യുന്ന ക്രിസ്തുവിലുള്ള ജീവിതം അത് ഞങ്ങൾക്ക് തരണേ. അടങ്ങി വെറുതെ വീടിൻ്റെ ഒരു ആളത്വത്തിൽ ഒതുങ്ങിപ്പോകാതെ, ഒരപ്പനായി, ഒരു അമ്മയായി, ഒരു മകനായി, ഒരു വല്യപ്പനായി, വല്യമ്മയായി, ഒരു ആൻറ്റിയായി, ഒരു വല്യമ്മച്ചിയായി ഒതുങ്ങിപ്പോകരുതേ. പകരം ദൈവരാജ്യത്തിൽ മൂല്യമുള്ള വ്യക്തിയായി, ഫലം കായ്ക്കുവാൻ ഏറ്റവും വിലയേറിയ വ്യക്തിയായി ഓരോ വ്യക്തികളും തീരട്ടെ. ഞാൻ അവരെ അതിനായി സമർപ്പിക്കുന്നു. ഈ വചനങ്ങൾ, ക്രിസ്തു എന്ന വചനം ഇവരിൽ ക്രിയ ചെയ്യട്ടെ. ആയിരങ്ങൾക്ക് വിടുതലാകട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. ഞാൻ രോഗികൾക്ക് വേണ്ടി, പ്രശ്നങ്ങളുള്ളവർക്ക് വേണ്ടി ഒന്നും പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാറില്ല. കാരണം അതൊക്കെ ഏറ്റവും ചെറിയ നിലവാരമാണ്. അതിനേക്കാൾ മൂല്യമുള്ള പ്രാർത്ഥനയാണ്, നിലവാരമാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അതൊക്കെ അവരവർക്ക് അതിനെ ക്യാൻസൽ ചെയ്യാനുള്ള, ക്യാൻസറിനെ ക്യാൻസൽ ചെയ്യുക, മലയെ നീക്കുക. നമ്മൾ ആ ലെവലിലാണ് ജീസസ് എവരിഡേ കാണുന്നത്. കർത്താവ് നിങ്ങളെ മാനിക്കട്ടെ. നിങ്ങൾ മൂല്യമുള്ളവരാണ്. ഒരു പുതിയ വിശ്വാസിയല്ല, അതിനേക്കാൾ മൂല്യം നിറഞ്ഞവരാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ജീസസ് എവരിഡേ ആദ്യമായിട്ട് കാണുന്നവർ പലാവർത്തി ഇത് കാണുക, നോട്ട് എഴുതുക. എല്ലാവരും തന്നെ നിങ്ങൾക്ക് സകലത് ശോധന ഇത് നല്ലത് മുറുകെ പിടിക്കാൻ യേശു കൃപ തരട്ടെ. ഈ പ്രോഗ്രാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഈ മിനിസ്ട്രിയെ സപ്പോർട്ട് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു. എന്റെ ജീവിതമാണ് എന്റെ ആരാധന, ഞാൻ യേശുവിലായതിന. എൻ ജീവിതമാണ് എന്റെ ആരാധന, ഞാൻ യേശുവിലായതിന. എന്റെ ജീവിത ശൈലിയാണ് ആരാധന, ഞാൻ യേശുവിനാലയമാ. എന്റെ ജീവിത ശൈലിയാണ് ആരാധന, ഞാൻ യേശുവിനാലയമാ. ആരാധ്യനാം ദൈവത്തിൻ ശിവയാഗമാണ് ആരാധന. ജീവൻ തന്നായ എന്റെ യേശുവിൻ എന്റെ സ്നേഹമാണ് ആരാധന. ആരാധ്യനാം ദൈവത്തിൻ ശിവയാഗമാണ് ആരാധന. ജീവൻ തന്നായ എന്റെ യേശുവിൻ എന്റെ സ്നേഹം. എന്റെ ജീവിതമാണ് എന്റെ ജീവിതമാണ് എന്റെ ആരാധന, ഞാൻ യേശുവിലായ. എന്റെ ജീവിതമാണ് എന്റെ ആരാധന, ഞാൻ യേശുവിലായതിന. എന്റെ ജീവിത ശൈലിയാണ് ആരാധന, ഞാൻ യേശുവിനാലയമാ. എന്റെ ജീവിത ശൈലിയാണ് ആരാധന, ഞാൻ യേശുവിന. ചേർന്ന് പാടട്ടെ. ആരാധ്യനാം ദൈവത്തിൻ ശിവയാ
പിതാവിൻ മാറിൽ ചേർത്തതിനാ ഈ ബന്ധമാണ് ആരാധന. തിരുക്കരങ്ങളിൽ ആശ്രയം വെച്ചതിനാ ഏതു നേരത്തും ആരാധന. തിരുക്കരങ്ങളിൽ ആശ്രയം വെച്ചതിന് ഏതു നേരത്തും ആരാധന. ആരാധനാം ദൈവത്തിൻ ശിവയാഗമാണ് ആരാധന. ജീവൻ തന്ന എന്റെ യേശുവിൻ എന്റെ സ്നേഹമാണ് ആരാധന. ആരാധ്യനാം ദൈവത്തിൻ ശിവയാഗമാണ് ആരാധന. ജീവൻ തന്ന എന്റെ യേശുവിൻ എന്റെ സ്നേഹമാണ് എന്റെ യേശുവിൻ പാദത്തിൽ പകരുന്നത് നല്ല തൈലം, നല്ല തൈലം. എന്റെ യേശുവിൻ